വേണ്ട? ബലൂൺ. ഏതാ അത്? അതല്ല, ആ പച്ച. അതാ അതല്ല. ആ താഴെ ഉള്ള ഇനി എടുക്കും. നീ എന്ത് പണിയുണ്ടായി കാണിച്ചേ? ഞാൻ ഈ അമ്പലപ്പുറം മുഴുവൻ നടന്ന് തോറ്റു. ബലൂൺ. ഓ, വെറുതെ ഒരു രസത്തിന്. അല്ല, എന്താ ഇപ്പൊ ഇവിടെ? അത് കൊള്ളാം. പൂരപ്പുറമ്പിൽ എന്താ ഇവിടെ ചോദിക്കണേ? നിങ്ങൾ എന്താ ഇവിടെ? അത് ശരി, ചോദ്യം ഇപ്പൊ തിരിച്ചായ. ഞങ്ങളെ അമ്മയുടെ വീട് ഇവിടെ അടുത്താ. അതെയാ? ഞങ്ങള് പൂരം കാണാൻ വന്നാണേ. അത് ശരി. തങ്കമണിയുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ. എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. എന്റെ മൂത്ത അനന്തരവനാ, കുഞ്ഞിപ്പണ്ണിന്റെ മൂത്ത മോനാ ഗോപാലൻ. കഴിഞ്ഞ ആഴ്ച അമ്മയും ഞാനൂടി കല്ലടിക്കോട് പോയി കണ്ടില്ലേ തങ്കമണി കുട്ടിയെ? അപ്പൊ ഇതാ ചെക്കൻ? അല്ലല്ല, അത് ഇവന്റെ ഇളയതാ ഉണ്ണികൃഷ്ണൻ. ഇവൻ കല്യാണം കഴിക്കണല്ലേ, സന്യാസിയാവാൻ പോവാണെന്ന്. അതിനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ. അങ്ങനൊന്നുമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഇനി എപ്പോഴാ? മൂക്കി പല്ല് മുളച്ചിട്ട്. നിനക്ക് അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ചോദിക്കും. എന്താ? ചെക്കൻ വന്നിട്ടുണ്ടോന്ന് ചോദിക്കാം. അവൻ നാളെ മറ്റന്നാളോ കല്ലടിക്കോട്ട് വരും. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇവിടെ അടുത്താ. ഊണ് കഴിഞ്ഞ് ബാല തുടങ്ങുമ്പോഴേക്കും വരാം. ആയിക്കോട്ടെ. ഇപ്പൊ വേണ്ട, പിന്നീട് അമ്മേ പോവാ. അപ്പൊ പിന്നെ കാണാം. വാ മോളെ. എന്താ കുട്ടിയെ? ഉണ്ണിക്ക് നല്ല ചേർച്ചയായിരിക്കും അല്ലേ? നിറം ഇത്തിരി കൂടുതലാ. നിറം കുറഞ്ഞ വെണ്ണ ഉണ്ണിക്ക് ചേർച്ച. കഴിഞ്ഞ ആഴ്ചല്ലടാ ഞാൻ വന്നത്. അതെ, പെട്ടെന്ന് തോന്നി അച്ചമ്മ ഒന്ന് കാണണോന്ന്. ഇന്നലെ രാത്രി ചെറിയച്ഛനെയും വലിയച്ഛനെയും സ്വപ്നം കണ്ടു. അവര് വന്ന് കൊച്ചുഗോപാലാന്ന് വിളിച്ച് കുറെ അരിശപ്പെട്ടു. അച്ചമ്മയെ അമ്മയും വിഷമിപ്പിക്കാതെ ഉടനെ പെണ്ണ് കെട്ടി കുടുംബമായിട്ട് കഴിയണമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച് സത്യവും ചെയ്യിച്ചു. നാളെ തന്നെ അച്ചമ്മയെ ചെന്ന് കണ്ട് കാര്യം പറയാൻ പറഞ്ഞു. നടന്ന പോലെ എനിക്ക് തോന്നണേ എന്റെ അച്ചമ്മേ. ഒരു കണക്കിനാ ഞാൻ നേരം വെളുപ്പിച്ച്. ഇതാ പറയുന്നത്, ഞാൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. ഇങ്ങനെ പട കളിച്ച് നടക്കാനും കരയാനല്ലാതെ നിന്റെ അമ്മയെ കൊണ്ട് എന്താണ്ട പറ്റുക? അതല്ലേ ഞാൻ അച്ചമ്മയെ വന്ന് കണ്ടത്. പിന്നെ അച്ചമ്മയുടെ ഇഷ്ടം നടത്തി തന്നില്ല എന്നൊരു മനോവിഷമം എനിക്കുണ്ട്. അച്ചമ്മയുടെ ഇഷ്ടം നടക്കട്ടെ. ഇന്റെ ഇഷ്ടം കണ്ടപ്പെന്റെയും ചാത്തൂട്ടിരും പോലെ നിങ്ങള് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്ന. അത് വേണ്ട അച്ചമ്മേ, ഞങ്ങളുടെ ഇഷ്ടത്തിന് മതിയെന്ന് സ്വപ്നത്തിൽ പ്രത്യേകം പറഞ്ഞതാ. ആഹാ, അങ്ങനെയെങ്കി അങ്ങനെ. ഏതായാലും നിന്റെ മനസ്സൊന്ന് മാറിയല്ലോ, അതെന്നെ വലിയ കുരുത്തം. ആറാട്ടുപുഴ ഒരു പെണ്ണുണ്ട്. അച്ഛമ്മ ഉടനെ പോയിട്ടൊന്ന് കാണട്ടെ. ഓ, അതൊക്കെ ഇനി പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വരണ്ടേ? ഈ തുലാത്തിൽ നടത്തണമെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതാ. നമ്മുടെ കല്ലടിക്കോട്ട് പോയി കണ്ട പെണ്ണിനെ അച്ചമ്മയ്ക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് അതായാലും മതി. അത് ഉണ്ണിക്കുട്ടിനെ വേണ്ടി കണ്ടതല്ലടാ, നിനക്ക് ചേരുവോ? ഓ പിന്നെ ചേർച്ചൊന്നും നോക്കണ്ട അച്ചമ്മേ, അച്ചമ്മയ്ക്ക് ഇഷ്ടമായോ നോക്കിയാ മതി. പെണ്ണിനെ എനിക്ക് പിടിച്ചു. പിന്നെന്താ, ചെന്ന് കണ്ടു പോന്നു എന്നല്ലാതെ അവൻ പോയി കാണേ ആലോചിക്കേ വാക്കു പറയേ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതും ശരിയാണ്. എങ്കി പിന്നെ അത് തന്നെ മതി അച്ചമ്മേ. പെണ്ണ് കാണാനും നടക്കാനൊന്നും എനിക്ക് വയ്യ. അവൻ ഇനി എവിടെയെങ്കിലും പോയി ഇതിന് നല്ല പെണ്ണിനെ കാണാമല്ലോ. അവൻ ഇത്തിരി ഇവിടെ നിറം കുറഞ്ഞ പെണ്ണാ ചേർച്ച. ഇവർക്ക് നിറം ഇത്തിരി കൂടുതലാ. അപ്പൊ നീ പോയി കണ്ടവളെ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇന്നലെ ഞാനും കുഞ്ഞമ്മാവനും ചാലിശ്ശേരി പൂരത്തിന് പോയപ്പോ അവിടെ വെച്ച് കുഞ്ഞമ്മാവൻ കണ്ടു. തള്ളയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞമ്മാവനുമായിട്ട് വർത്താനവും പറഞ്ഞു. ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചു പോലും. കൊച്ചുഗോപാല, എന്നാ ചുമേ? നീ ഇന്നലെ ചാലിശ്ശേരി പൂരത്തിന് പോയി. അപ്പൊ സ്വപ്നം കണ്ടത് എപ്പോഴാടാ? സ്വപ്നം കണ്ടത് 2 ദിവസം മുമ്പാ. നീ എന്റെ കണ്ടപ്പന്റെ മോൻ തന്നെ. ആ കള്ളത്തരവും സൂത്രപ്പണി കുശൃതിയും ഒക്കെ ഉണ്ട്.
നീ വാല് പൊക്കി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി. കുഞ്ഞു പെണ്ണേ, അമ്മ ഇത് എവിടെ പോയിട്ട് വരണ വഴിയാ? ഞാൻ ഇങ്ങടായിട്ട് വന്നത് തന്നെയാ. മിനിയാന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാൻ കാര്യണ്ട്. ഉണ്ണിക്കുട്ടിനെ ഇവിടെ ഇല്ലേ? അവൻ കുളിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഗോപാലൻ ചാലിശ്ശേരി പൂരത്തിന് പോയിട്ട് ദേ വന്നു കിടന്ന് ഉറങ്ങണു. ഗോപാല, എടാ അച്ഛമ്മ വന്നിരിക്കണ്ട. വിളിക്കണ്ട, അവൻ കിടന്ന് ഉറങ്ങട്ടെ. ഉറക്കൊളിച്ചതേ പൂരം കാണാനൊന്നല്ലടേ. പിന്നെന്തിനാ? പറയാൻ തന്നെ വന്നിരിക്കുന്നത്. ഒരുപാട് പറയാനുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. ഉം കേട്ടോ? ഇതെന്താ ഇവിടെ വന്ന് കിടക്കണേ? ഓ, വെറുതെ ഇത്തിരി കാറ്റ് കൊള്ളാം. അത് കൊള്ളാം. കാറ്റ് കൊള്ളാൻ കണ്ട സ്ഥലം. കാറ്റ് കൊള്ളെങ്കിൽ നമ്മുടെ തിണ്ണമേ ഇരുന്നാ പോരെ. അമ്മയെ അച്ഛമ്മയെ ഏട്ടനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ പോകാത്ത സ്ഥലമില്ല. ഏട്ടനോട് വേഗം വീട്ടിലേക്ക് വരാൻ. എന്തിനാ? ഓ, ഒന്നും അറിയില്ല, പാവം. ഏട്ടനാള് ഭയങ്കര കള്ളന. എനിക്ക് നോക്കിയ പെണ്ണിനെ കണ്ട് മയങ്ങി. എനിക്കിട്ട് പാര വെച്ചിട്ട് ഇളിക്കണല്ലേ. അങ്ങനെ മയങ്ങിയിട്ടൊന്നുമില്ല. അമ്മയുടെ വിഷമം കണ്ടിട്ട്. ഓ, പിന്നെ അമ്മയുടെ വിഷമം. 4-5 കൊല്ലമായിട്ട് കാണാത്ത വിഷമം കണ്ട മോൻ. എന്റെ ഏട്ടൻ അങ്ങനെ ഒരു ആശ തോന്നി. അത് നേരിട്ട് എന്നോട് പറഞ്ഞാ പോരെ. എന്തിനാ വളഞ്ഞ വഴി? നിനക്ക് എന്നോട് വിഷമമൊന്നുമില്ലല്ലോ. വിഷമോ? അത് കൊള്ളാം. എനിക്ക് സന്തോഷല്ലേ ഏട്ടാ. എനിക്കൊരു ഏടത്തിമ വരാൻ പോവല്ലേ.